Hi guys, myself Rio, CMA qualified ആണ്. കറന്റ് CMA ട്രിപ്പിൾ ഐ ഫാക്കൽറ്റി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 1 ഒരു ചെറിയൊരു സെക്ഷനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ചെറിയൊരു സെക്ഷൻ ആണെങ്കിൽ പോലും അതായത് അത്യാവശ്യം നല്ല ടഫ് ഉണ്ടെന്ന് ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് ഇത്. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, അതായത് സാർ ഇപ്പം പറഞ്ഞു അതായത് ഒരുപാട് കുട്ടികൾ ടഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഈ ടഫ്നെസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടണം കേട്ടോ. അതായത് ഈ ഒരു സെക്ഷൻ നല്ല ടഫാണ്. അതായത് നിങ്ങൾ CMA പഠിക്കുന്ന സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചാൽ മതി ഇന്റേണൽ കൺട്രോൾ ടഫാണ് അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരൊക്കെ പറയുന്നത് ഒരേ ഒരു സ്വരത്തിൽ ഇതെന്താണ്, ടഫാണ് എന്നായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കേട്ടിട്ട് നിങ്ങളൊന്ന് നിങ്ങൾ പിന്നെ ഒന്ന് നോക്കിയാൽ മതി. അതായത് ഇത് ഇത്ര ടഫ് ഉണ്ടോ, സാറ് പറഞ്ഞത്രയും ടഫ് ഇല്ലല്ലോ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഓവറായിട്ട് ചളാക്കുന്നില്ല അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇന്റേണൽ കൺട്രോൾ, അതായത് പാർട്ട് 1 സെക്ഷനിൽ ഇന്റേണൽ കൺട്രോൾ. ഓക്കെ, അപ്പം ഈ ഇന്റേണൽ കൺട്രോളിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഒരു കമ്പനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ, ഓക്കെ, അതായത് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ബിസിനസ് പൂട്ടിപ്പോകുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നില്ല അല്ലേ. പക്ഷെ ബിസിനസ് പൂട്ടിപ്പോവാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ടോപ്പിക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം അല്ലേ. അതായത് ചെറിയൊരു ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷൻ, അതായത് നിങ്ങളെ എക്സാമിന് 15%, ഓക്കെ, 15% മാർക്കിന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾക്ക് 500 ടോട്ടൽ മാർക്ക്. ഓക്കെ, ഇതിൽ 15% മാർക്കിന് ഏത് സെക്ഷൻ ചോദിക്കും, ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷൻ ചോദിക്കും. ഓക്കെ, അതായത് ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷൻ 15%-നായിരിക്കും ചോദിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 15% മാർക്ക് എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് എന്ത് ചെയ്യണടാ, സ്കോർ ചെയ്യണം അല്ലേ. അതായത് ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 15% മാർക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തറിയണം, ഡീറ്റെയിൽ ആയിട്ട് ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം അല്ലേ. അതായത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷൻ അറിഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം അല്ലെ. അത് എക്സാംസിന്റെ കേസൊക്കെ വിട്ടല്ലേ, നമുക്ക് ഫസ്റ്റ് പഠിച്ചു തുടങ്ങാം, എന്നിട്ട് എന്ത് ചെയ്യാം, എക്സാംസിനെ കുറിച്ച് നോക്കാം അല്ലെ. അതായത് നിങ്ങൾ നോക്കാം, ഈ ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷനിൽ നമ്മൾ ഈ ഒരു പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ, എന്തോ ഒരു കൺട്രോൾ ആണ് അല്ലെ, എന്തോ ഒരു കൺട്രോൾ ആണ്. കൺട്രോൾ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ, നിയന്ത്രണം അല്ലെ. അതായത് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, നിയന്ത്രിക്കുക അല്ലെ. അതിന്റെ മുന്നിൽ എന്തുണ്ട്, ഇന്റേണൽ ഉണ്ട്. ഇന്റേണൽ അതായത് അകത്തുള്ള നിയന്ത്രണം, അല്ലെങ്കിൽ ഒരു കമ്പനീനെ സംബന്ധിച്ചാണെങ്കിൽ കമ്പനിക്കകത്തുള്ള കൺട്രോളിനെയാണ് എന്ത് പറയുക, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് പറയുന്നത് 9 മണിക്കുള്ളിൽ അല്ലെ, അതായത് ബോയ്സിനോടൊക്കെ പറയുന്നുണ്ട് നൈറ്റ് 9 മണിക്കുള്ളിൽ എന്ത് ചെയ്യണടാ, വീട്ടിൽ കയറി വരണം അല്ലെ. ഇതെന്താ, വീട്ടിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവരുന്ന കൺട്രോൾ ആണ് അല്ലേ. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവരുന്ന കൺട്രോളിനാണ് എന്ത് പറയാം, ഇന്റേണൽ കൺട്രോൾ എന്ന് പറയാം. അപ്പോൾ ഒരു ബിസിനസിന്റെ അകത്തുള്ള കൺട്രോൾ അല്ലേ, ഒരു ബിസിനസിന്റെ അകത്തുള്ള കൺട്രോളിനാണ് എന്ത് പറയുക, ഇന്റേണൽ കൺട്രോൾ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വീട്ടിലെ കാര്യമാണോ പഠിക്കുന്നത്, അല്ല, നമ്മൾ ഇവിടെ ഒരു ബിസിനസിന്റെ അകത്തുള്ള കാര്യമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പഠിക്കുന്നുണ്ടാവാം അല്ലേ. അപ്പോൾ ഈ ഇന്റേണൽ കൺട്രോൾ അല്ലെ, ഇന്റേണൽ കൺട്രോൾ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് എന്തുണ്ടാവണം, ഒരു ബിസിനസ് ഉണ്ടാവണം അല്ലെ. ഒരു ബിസിനസ് ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ ബിസിനസിന്റെ അകത്ത് നമുക്ക് കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ. ബിസിനസ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് കൺട്രോള് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണടാ, ഒരു ബിസിനസ് നമ്മൾ കൊണ്ടുവരണം അല്ലെ. അപ്പൊ നമ്മൾ USA ആയതുകൊണ്ട് തന്നെ അല്ലെ, ഒരു ബിസിനസ് USA ഫോം ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കാര്യം നോക്കണം. ഓക്കെ, ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ USA ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, ഓക്കെ, ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യണം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പം USA ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ ഉള്ളത്, ഓക്കെ, ആ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യണടാ,
ഈ ഒരു ബിസിനസ്, നിങ്ങൾ എന്താണ് ബിസിനസ്, ആ ബിസിനസ് എന്ത് ചെയ്യുക, പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇന്ത്യയിലാണ് ഉള്ളത്, അല്ലെ, നമ്മളിപ്പം ഇന്ത്യയിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയിൽ എവിടെയാണ്, നമ്മൾ ഏത് സ്റ്റേറ്റിലാ, കേരള, അല്ലെ, അതായത് നമ്മൾ എവിടെയുള്ളത്, കേരള. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെ, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇത്രേ ഉള്ളൂ. USA ആവുമ്പം USA ഏത് സ്റ്റേറ്റാണോ നിങ്ങൾ ഉള്ളത്, ആ ഒരു ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് നിങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതേപോലെ കേരള ആണെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് അല്ലെ, അപ്പം ഇന്ത്യയിലെ കേരളം എന്ന സ്റ്റേറ്റിന്റെ അണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. അതായത് USA ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണോടാ, നമ്മൾ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് എന്ത് ചെയ്യണോടാ, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലെ, എന്ത് സിമ്പിളാ. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ജനിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും അല്ലെ. ഇതേപോലെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ബിസിനസ് ജനിക്കുന്ന സമയത്ത് അവിടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ തരണം അല്ലെ. നമ്മളിപ്പോൾ USA അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവരെന്ത് തരും, ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ തരും. അതുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂടാ, ലീഗലി ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലല്ലേ നമ്മൾ ജനിച്ചിനോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ അല്ലെ. അതേപോലെ ആ ഒരു ബിസിനസ് ലീഗലി മുന്നോട്ട് പോകണമെങ്കിൽ എന്തുണ്ടാവണം, ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടാവണം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷന്റെ ആദ്യ ഭാഗങ്ങളിൽ പഠിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ബിസിനസിന്റെ പേരെന്താണ്, ഓക്കെ, ഈ ബിസിനസിന്റെ ഓണേഴ്സ് ആരെല്ലാണ് അല്ലെ, അതേപോലെ ഈ ഒരു ബിസിനസിന്റെ പർപ്പസ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അതേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആദ്യത്തെ ഭാഗത്തിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ പോകുന്നത്, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, ഈ ബിസിനസ് തുടങ്ങി അവിടെ എന്തുണ്ടാവും, റിസ്ക് വരാൻ തുടങ്ങും അല്ലെ. ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അവിടെ എന്ത് വരുവാടാ, റിസ്ക് വരും അല്ലെ. ഇത് റിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കാം, ഒന്നുകിൽ എന്തായിരിക്കാം, എറർ ആയിരിക്കാം അല്ലെ, മിസ്റ്റേക്സ് ആയിരിക്കാം അല്ലെ. അതേപോലെ എന്ത് വരാം, ഫ്രോഡും വരാം അല്ലെ. റിസ്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം, ഒന്നെങ്കിൽ എറർ ആവാം, മിസ്റ്റേക്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഫ്രോഡും ആവാം അല്ലെ. ഫ്രോഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫിലിം അങ്ങോട്ട് ഓർത്താൽ മതി അല്ലെ. ഈ ഒരു ഫിലിമിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചു തരുന്നുണ്ട് അല്ലെ. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ അവർക്ക് ബിസിനസ്സിൽ എന്താ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ അല്ലെ. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും എന്താണ്, ഇതുവരെ കമ്പനി കയറിയിട്ടില്ലെങ്കിൽ കമ്പനീനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫിലിംസിനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫിലിമിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ മൊത്തം പറഞ്ഞു തരുന്നുണ്ട്, ഇന്റേണൽ കൺട്രോൾ എന്ന സെക്ഷൻ മൊത്തം പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ ഒരു ഫിലിമിൽ ഈ ഒരു ദുൽഖർ എന്നൊരു കഥാപാത്രം അല്ലെ, ഈ ദുൽഖറിന്റെ കഥാപാത്രം എന്താ, ഭാസ്കർ അല്ലെ. അപ്പൊ ഈ ഒരു ഭാസ്കർ എന്ന കഥാപാത്രം എന്താണ് അവിടെ ചെയ്യുന്നത്, അതായത് ആ ഒരു ബാങ്കിന്റെ ഒരു ക്യാഷറാണ് ആര്, ഈ ഭാസ്കർ എന്ന് പറഞ്ഞ എംപ്ലോയി, അതായത് ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ. അപ്പൊ ഇവൻ എന്താ, ഈ ഒരു വ്യക്തി എന്താ, അവിടുത്തെ എംപ്ലോയി ആണ് അല്ലെ, അവിടുത്തെ എംപ്ലോയി ആണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, അവിടെ ഇരുന്നിട്ട് ഫ്രോഡാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ബിസിനസ്സിലെ പൈസ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്കിലെ പൈസ എന്ത് ചെയ്യുന്നുണ്ട്, മറിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മറിക്കുന്നത് എന്താ, അറിഞ്ഞുകൊണ്ടാണ് അല്ലെ. ഇവൻ അറിയാം ഇവൻ ചെയ്യുന്നത് തെറ്റാണ്, അതുകൊണ്ടല്ലേ അവൻ ആ ഫിലിമിൽ പേടിക്കുന്നത് അല്ലെ. അപ്പം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ഫ്രോഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ഫ്രോഡ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ഫിലിമിൽ ഇവൻ എന്താ, ഇവൻ അറിയാം ഇവൻ ചെയ്യുന്നത് തെറ്റാണ് അല്ലെ, അത് ഇവന് വെച്ചിട്ടുള്ള ക്യാഷ് അല്ല, ഇവനത് റോള് ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റാണെന്ന് ഫുൾ ബോധ്യം ആർക്കുണ്ട്, ഈ ഒരു ഭാസ്കറിനുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താ, ഫ്രോഡാണ്. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കുക, അറിയാതെ സംഭവിക്കുന്നതാണ് എന്ത്, എറർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ലൈറ്റ് ഓഫ് ആക്കാൻ മറക്കും അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലെ ഫാൻ ഓഫ് ആക്കാൻ മറക്കും. ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അല്ലെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അറിയാതെ ചെയ്തു പോകുന്നതാണ് അല്ലെ. അപ്പൊ അതിന് എന്ത് നമ്മൾ പറയും, എറേഴ്സ് എന്ന് പറയും. ഓക്കെ, അതായത് അറിയാതെ ചെയ്യുന്നതിന് എന്ത് പറയും, എറർ എന്നും, അറിഞ്ഞുകൊണ്ട് ആ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, ഫ്രോഡ് എന്നും എന്നായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിലിമിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞാൽ മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തില്ല, ഇന്റേണൽ കൺട്രോൾ ഇല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഒരു ഫിലിമിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം, അവൻ ക്യാഷ് വാങ്ങുന്നുണ്ട്
അല്ലെ. അതായത് ഈ ഭാസ്കർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടേബിളിൽ ഇരുന്നിട്ട് ക്യാഷ് വാങ്ങുന്നുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവരെ ബുക്കിൽ അല്ലെ, അതായത് അവരെ റെക്കോർഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ സിമ്പിളി ചിന്തിക്കുക, അവരെ ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൈസ എടുത്തിട്ട് പോയിട്ട് ലോക്കറിൽ പൂട്ടി വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 3 കാര്യങ്ങൾ ആര് ചെയ്തു, ഈ ഒരു ഭാസ്കർ ചെയ്തു. ഒന്നാമത് എന്ത് ചെയ്തു, ക്യാഷ് വാങ്ങി. രണ്ടാമത് എന്ത് ചെയ്തു, ഇത് റെക്കോർഡ് ചെയ്തു. മൂന്നാമത് എന്ത് ചെയ്തു, ഇത് ലോക്കർ കൊണ്ടുപോയിട്ട് വെച്ചു അല്ലെ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ആ ഒരു ഫിലിമിൽ ആര് ചെയ്യുന്നത്, ഈ ഒരു ദുൽഖർ സൽമാന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ഈ ഒരു ലക്കി ഭാസ്കറിലല്ലേ, അതായത് ആ ഒരു ഭാസ്കർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇവന്റെ ആ ഒരു ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇരിക്കുന്ന പൊസിഷനിൽ എന്തില്ല, ക്യാമറ ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവിടെ എന്തില്ല, ക്യാമറ ഇല്ല അല്ലെ. അപ്പൊ അവിടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഇവനിക്ക് ഈ പൈസ എടുക്കാൻ പറ്റും. ഇവന് ഇരുന്നടുത്തുനിന്ന് ഇവൻ പൈസ എടുക്കുന്നുണ്ട് അല്ലെ. അപ്പം അവിടെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ഇവനിക്ക് ആ പൈസ എടുക്കാൻ പറ്റുമോ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. പറ്റൂ? ഇല്ല അല്ലെ. ആ ക്യാമറ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവനിക്ക് ആ പൈസ എടുക്കാൻ പറ്റില്ല അല്ലെ. അതേപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇതിനിടയ്ക്ക് ഒരു റീൽസ് വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അമ്പലത്തിലാണെന്ന് തോന്നുന്നു, മോഷ്ടിക്കാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ക്യാമറ ഉണ്ട്. ഓക്കെ. ആ ക്യാമറ കണ്ടേ പിന്നെ ആ കള്ളൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കിണറ്റിന്റെ അവിടെ പോയിട്ട് വെള്ളമെല്ലാം കോരിയിട്ട് എന്ത് ചെയ്തു, കുളിച്ചിട്ട് ഭക്തിയുടെ മാർഗത്തിലേക്ക് പോയി അല്ലെ. അതെന്താ, ശരിക്കും അയാൾ മോഷ്ടിക്കാനാണ് വന്നത്, പക്ഷെ ആ ക്യാമറ കണ്ടത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് മാറി അല്ലെ. അതായത് മോഷ്ടിക്കണമെന്ന ലക്ഷ്യം എന്ത് ചെയ്തു, അയാൾ മാറ്റിയിട്ട് ഭക്തിയിലേക്ക് പോയി അല്ലെ. അപ്പൊ അവിടെ എന്താ നടന്നത്, ഒരു ഫ്രോഡ് കാണിക്കുന്ന ഒരു സംഭവം എന്ത് ചെയ്യാൻ പറ്റി, തടയാൻ പറ്റി അല്ലെ. അതായത് ഫ്രോഡ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യാൻ പറ്റി, ആ ഒരു ക്യാമറ കാരണം തടയാൻ പറ്റി അല്ലെ. പക്ഷെ ഇവിടെ എന്ത് തടയാൻ പറ്റിയിട്ടില്ല, ഫ്രോഡ് തടയാൻ പറ്റിയിട്ടില്ല. കാരണം എന്താടാ, ഈ ഒരു ഫിലിമിൽ പ്രോപ്പറായിട്ട് ക്യാമറ എന്ന് പറയുന്ന സാധനം എന്തില്ല, ഇവിടെ ഇല്ല അല്ലെ. അതായത് CCTV എവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഓക്കെ. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഈ ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിന് കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതിയായിരുന്നു അല്ലെ. CCTV സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റിയേനെ, ഈ ദുൽഖർ പൈസ എടുക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഭാസ്കർ എന്ന് പറയുന്ന ആള് പൈസ എടുക്കുന്നതിന്റെ അളവ് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റേ പിടിക്കാൻ പറ്റുമായിരുന്നു അല്ലെ. സത്യല്ലേ? അതെ അല്ലെ. അപ്പം എന്ത് ചെയ്യാ, ഈ ഒരു CCTV എന്ന് പറയുന്നത് നമുക്ക് എന്തിന്റെ ഭാഗമായിട്ട് പറയാം, കൺട്രോളിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റും അല്ലെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, കൺട്രോളിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ, പറയാൻ പറ്റും അല്ലെ. ഇത് എവിടുത്തെ കൺട്രോളാ, CCTV എവിടെയാ വെക്കുന്നത്, ബിസിനസിന്റെ അകത്താണ് അല്ലെ. അപ്പൊ എന്തായി, അത് ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറി അല്ലെ. അപ്പം ഇന്റേണൽ കൺട്രോൾ എന്തിനാ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലെ. ഫ്രോഡും എറേസും ഒക്കെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവരുന്നത് അല്ലെ. ഇപ്പൊ ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ ഫ്രോഡും എറേസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ. അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്റേണൽ കൺട്രോളിലേക്ക് പോവാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റേണൽ കൺട്രോളിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഇന്റേണൽ കൺട്രോളിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം അല്ലെ. അപ്പോൾ ഇവിടെ നോക്കാം, ഇന്റേണൽ കൺട്രോളിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഈ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ ഈ ഒരു കോസോ എന്ന് പറയുന്ന ഒരു ബോർഡ്, ഒരു കമ്മിറ്റിയാണ്. ഓക്കെ. അതായത് കമ്മിറ്റി ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻ ആണ് എന്ത് പറഞ്ഞിട്ടുള്ളത്, കോസോനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവർ പറഞ്ഞിട്ടുള്ള ഫ്രെയിം വർക്കിനെ കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെങ്കിൽ ഇവർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അതായത് ഫോർ എക്സാമ്പിൾ, നാട്ടുകാർക്ക് നിങ്ങളെക്കുറിച്ചൊരു വർത്താനം ഉണ്ടാവില്ലേ, അതായത് നാട്ടുകാർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്, അതേപോലെ ഈ ഒരു ഇന്റേണൽ കൺട്രോൾ എന്താണെന്ന് പറയുന്നത് ആരാ, ഈ ഒരു കോസോ ആണ്, അതായത് കമ്മിറ്റി ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻ. ഓക്കെ. അതായത് USA 5 പ്രൊഫഷണൽ ബോഡികൾ ചേർന്നിട്ട് കൊണ്ടുവന്നതാണ് എന്ത്, ഈ ഒരു കോസോ. ഓക്കെ. അപ്പൊ അത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനില്ല കേട്ടോ. അപ്പൊ അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോസോയിൽ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ കൺട്രോൾ എന്താണ് അല്ലെ. അപ്പം ഈ ഒരു ഇന്റേണൽ കൺട്രോൾ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇന്റേണൽ കൺട്രോൾ ഈസ് എ പ്രോസസ് അല്ലെ. ഇതൊരു ചെറിയൊരു സംഭവം എന്നല്ല അല്ലെ, വലിയൊരു പ്രോസസ്സാണ് അല്ലെ. ഇത് ആരെയൊക്കെ എഫക്റ്റ് ചെയ്യും, അതായത് എൻറ്റിറ്റി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജ്മെന്റ്, അതർ പേഴ്സണൽ അല്ലെ. ഇവരൊക്കെ എന്ത് ചെയ്യടാ, ഈ ഒരു ഇന്റേണൽ കൺട്രോൾ എഫക്റ്റ് ചെയ്യും അല്ലെ. അതിന്റെ അർത്ഥം എന്താ, ഈ ഒരു ഇന്റേണൽ കൺട്രോൾ ഒരു കമ്പനിക്കകത്ത് കൊണ്ടുവരാന്ന് വെച്ചാൽ അത് അവിടെയുള്ള എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യണം, അതിൽ റെസ്പോൺസിബിൾ ആണ് അല്ലെ. അതായത് എല്ലാ സ്റ്റാഫും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം അല്ലെ. ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഒരു പഞ്ചിങ് മെഷീൻ ഉണ്ട് എന്ന് വിചാരിക്കാം
അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യണടാ, അവിടെ പോയിട്ട് പഞ്ച് ചെയ്യണം അല്ലെ. അപ്പൊ ഈ പഞ്ചിങ് മെഷീൻ എന്താ, ഒരു ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമ്പനിയിൽ ഒരു ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, എല്ലാവരും എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴേക്ക് വരില്ല, അതായത് ടോപ്പിൽ നിന്ന് മുതൽ എന്ത് ചെയ്യും, താഴേക്ക് വരുന്ന എല്ലാവരും എന്ത് ചെയ്യും, ഇത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കാം, ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താന്ന് പറയുന്നുണ്ടല്ലേ, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ. മാനേജ്മെന്റ് എല്ലാവർക്കും അറിയല്ലേ, അതായത് മാനേജ്മെന്റിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ ചില ആൾക്ക് എന്തറിയില്ല, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അല്ലെ. അപ്പം നമ്മുടെ ഒരു വലിയൊരു ബിസിനസ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു വലിയൊരു കമ്പനി ആവുന്ന സമയത്ത് ഇഷ്ടം പോലെ ഫണ്ടിന്റെ ആവശ്യം വരും അല്ലെ, അതായത് പൈസേന്റെ ആവശ്യം വരും ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൈസ ഇടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എന്ത് ചെയ്യും, താല്പര്യപ്പെട്ട് വരും. എന്നിട്ട് ഈ ബിസിനസിന്റെ ഐഡിയ ഒക്കെ കണ്ട സമയത്ത് സൂപ്പർ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യൂടാ, കുറേ ആൾക്കാർ ഇങ്ങനെ പൈസ ഇടും അല്ലെ, ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഇടും. അപ്പൊ ഈ പൈസ ഇടുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് നമ്മൾ എന്ത് പറയാം, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഒരു കമ്പനീനെ സംബന്ധിച്ച് ഒരു കമ്പനീനെ സംബന്ധിച്ച് അവിടെ എന്തെന്ന് വെച്ചാൽ ഒരുപാട് ആരുണ്ടാവും, അവിടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അതായത് ഒരു പബ്ലിക് കമ്പനീനെ സംബന്ധിച്ച് അവിടെ എന്ത് ചെയ്യും, ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ മില്യൺസ് ആയിരിക്കും, ഒരു കമ്പനിയിൽ മില്യൺസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് എല്ലാവർക്കും വന്നിട്ട് കമ്പനി നോക്കാൻ പറ്റുമോ, ഡെയിലി വന്ന് നോക്കാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവരും. അവരാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ബിസിനസിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം അല്ലെ. പിന്നെന്താ പറയണേ, ഇത് ഡിസൈൻഡ് ടു പ്രൊവൈഡ് റീസണബിൾ അഷുറൻസ്. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണോടാ, നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, റീസണബിൾ അഷുറൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് അഷുറൻസ് എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നില്ല, 100% എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല. ഓക്കെ, ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഫ്രോഡോ എറേസോ 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കുറക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഫുള്ളായിട്ട് റിസ്ക്കും ഫ്രോഡും ഒന്നും നടക്കൂല എന്ന് എന്ത് പറയുന്നില്ല, ഉറപ്പ് തരുന്നില്ല. ഓക്കെ, അതെന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇന്റേണൽ കൺട്രോളിന്റെ 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒന്നാമത്താണ് എന്ത്, ഓപ്പറേഷൻ, രണ്ടാമത്തത് റിപ്പോർട്ടിംഗ്, മൂന്നാമത്തത് കംപ്ലൈൻസ്. സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് എന്താണോ, നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനെയാണ് എന്ത് പറയുക, ഓപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് എന്താണോ, നിങ്ങളുടെ മെയിൻ ഓപ്പറേഷൻ, അതെന്ത് ചെയ്യുക, നല്ല രീതിക്ക് നടക്കണം. ഓക്കെ, മാനുഫാക്ചറിങ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യണം, മര്യാദക്ക് നടക്കണം. ഓക്കെ, പിന്നെ ഇവിടെ റിപ്പോർട്ടിംഗ് എന്താണ്, റിപ്പോർട്ടിംഗ് എന്താ നമുക്കറിയാലേ, അതായത് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിക്കാം. ഓക്കെ, നമ്മൾ ഒരു വ്യക്തി, ഞാനൊരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അടുത്തുള്ള പൈസ എന്ന് പറയുന്നത് ഒരു 5000 രൂപയുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് എന്തുണ്ട്, 5000 രൂപയുണ്ട്. ഓക്കെ, ഈ 5000 രൂപ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ചെലവാക്കുന്നുണ്ട്, എത്രത്തോളം ചെലവാക്കുന്നുണ്ട് എന്ന് ഞാൻ നോക്കുന്നു. ഓക്കെ, എത്രത്തോളം ചെലവാക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുന്ന സമയത്ത് 500 രൂപ എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിന് വരുന്നുണ്ട്. ഓക്കെ, 500 രൂപ എനിക്ക് എന്ത് വരുന്നുണ്ട്, ഫുഡിന് വരുന്നുണ്ട്. പിന്നെന്താ, ഒരു 500 രൂപ പെട്രോളിൻ്റെ ഒക്കെ പൈസ ആയിട്ട് 500 രൂപ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അടുത്ത് 5000 രൂപ ഉണ്ടായിരുന്നു. എൻ്റെ ചിലവ് എന്ന് പറയുന്നത് ഫുഡിൻ്റെ പൈസ 500ഉം അതുപോലെ തന്നെ പെട്രോൾ പൈസ 500ഉം. ഓക്കെ, അപ്പം എൻ്റെ ചിലവും എൻ്റെ കൈമിലുണ്ടായ ഇൻകം എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. ഒരു ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതേപോലെ കമ്പനി എന്ത് ചെയ്യടാ, കമ്പനിക്ക് ചിലവില്ലേ, കമ്പനിക്ക് വരുമാനം ഇല്ലേ അല്ലേ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം അല്ലേ. അപ്പം ഇത് നോട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ ലെഡ്ജർ അല്ലേ, ജേണൽ അല്ലേ, ബാലൻസ് ഷീറ്റ് അല്ലേ, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ. അപ്പം ഇതേപോലെ എന്ത് ചെയ്യണം, കമ്പനിക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇവർ നോട്ട് ചെയ്ത് വെക്കണം അല്ലെ. ഈ നോട്ട് ചെയ്യുന്നത് പല പേരിലൂടെ ആണെന്നേ ഉള്ളൂ അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്യുന്നത് കുറച്ച് പേരുകളിലൂടെ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും അല്ലെ. അപ്പം അവിടെയാണ് എന്തുണ്ടാവുക, റിപ്പോർട്ടിംഗ് ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യണടാ, ഇവിടെ ചിലവുണ്ട്, എത്രത്തോളം ചിലവുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് വരുമാനം വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വേണം, ആക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, ഫ്രോഡ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ എറേസ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇവിടെ 5000 ആണ് കമ്പനിക്ക് സെയിൽസ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, 5000 ആണ് കമ്പനിക്ക് സെയിൽസ് ഉണ്ടായെന്ന് വിചാരിക്കാം. ഓക്കെ, 5000 ഇത് ഒരാൾ എഴുതിയിട്ട് 500 ആക്കി മാറ്റി. ഓക്കെ, അറിയാതെ എന്ത് ചെയ്തു,
ഒരു 0 മറന്നുകൊണ്ട് 500 അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടായി? എറർ ഉണ്ടായി അല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇതെന്താ 500, ബാക്കി 4500 രൂപേന്റെ കുറവുണ്ടല്ലോ അല്ലെ? നമുക്ക് ഇങ്ങനെ തോന്നും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കുറയണം? ഈ ഒരു എറർ എന്ത് ചെയ്യണം? കുറയണം അല്ലെ? പിന്നെ അതുപോലെ തന്നെ എന്താടാ, നമ്മളെ പൈസ ഇങ്ങനെ മാറ്റാം. ഓക്കെ, ഓരോ ദിവസം നമ്മുടെ അക്കൗണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് ഇങ്ങനെ ആരോ പൊക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ പൊക്കി 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 എന്ത് ചെയ്യും? ലാസ്റ്റ് ഇത് പിടിക്കും അല്ലെ? അത് എപ്പോഴാണ് പിടിക്കുക? അവസാനം ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? പിടിക്കും അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ഫ്രോഡൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് മാക്സിമം കുറക്കണം. എന്നാലേ എന്താവുള്ളൂ? നല്ലൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടാവുള്ളൂ അല്ലെ? അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യാനടാ? ആക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇത് ആക്യുറേറ്റ് ആവണമെന്ന് പറയുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് എന്ത്? ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഈ ബാലൻസ് ഷീറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റും അതുപോലെ തന്നെ നമ്മുടെ ലാബിലിറ്റിയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ റിയോ എന്ന് പറയുന്നത്, ഓക്കെ, ഈ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ചിന്തിക്കുക, റിയോ എന്ന് ചിന്തിക്കുക. ഓക്കെ, ഈ സൈഡിൽ എന്തെന്ന് വെച്ചാൽ എൻ്റെ ലാബിലിറ്റി ഉണ്ട്. ഓക്കെ, എൻ്റെ ലാബിലിറ്റി. ഈ സൈഡിൽ എൻ്റെ അസറ്റ് ഉണ്ട്. ഓക്കെ, ഈ അസറ്റ് എന്ന് പറയുന്നത് എന്താ? എൻ്റെ സ്വന്തം എനിക്ക് എന്തെല്ലാം ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ എൻ്റെ ആസ്തി എന്താണ്? ഓക്കെ, അതാണ് നമ്മൾ ഈ അസറ്റിൽ പറയുന്നത് അല്ലെ? ഇനി ലാബിലിറ്റിയിൽ എന്തായിരിക്കും? എനിക്ക് എത്രത്തോളം കടമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഞാനിപ്പം ഒരു പെണ്ണാലോചിച്ച് പോകുന്ന സമയത്ത് ആ പെണ്ണിന്റെ വീട്ടിൽ, അതായത് മാരേജ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടീനെ നോക്കുന്ന സമയത്ത് എന്തായിരിക്കും? ആ ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? എൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നോക്കൂലേ അല്ലെ? അപ്പം അവരെന്ത് ചെയ്യും? ചെക്കൻ്റെ പണി എന്താണ്, ചെക്കൻ എത്ര സ്വത്തുണ്ട്, ഇതൊക്കെ നോക്കുന്നതാണ് എന്ത് ആ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് അല്ലേ? അതായത് എത്രത്തോളം അവന് ഫിനാൻഷ്യലി അവന് നല്ല രീതിക്ക് ഉണ്ട് അല്ലെ? അപ്പൊ അത് നോക്കുന്നത് ഈ ഒരു അസറ്റിലൂടെ ആയിരിക്കും അല്ലെ? അവൻ എത്രത്തോളം ആസ്തി ഉണ്ട് അല്ലെ? അവൻ എത്രത്തോളം വരുമാനം ഉണ്ട്, ഇതൊക്കെ നോക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ അസറ്റിലൂടെ ആയിരിക്കും അല്ലെ? പിന്നെ ഇവിടെ ലാബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അവൻ എത്രത്തോളം കടമുണ്ട് അല്ലെ? അവൻ എത്രത്തോളം കടമുണ്ട് അല്ലെ? എനിക്ക് എത്രത്തോളം ലാബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ ഒരു ഹിസ്റ്ററി നോക്കിയാൽ അല്ലെ, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം കടമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം ആസ്തി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അസറ്റ് ഉണ്ട്, എത്രത്തോളം ലാബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് പെണ്ണ് കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും അല്ലെ? അപ്പൊ കമ്പനീനെ സംബന്ധിച്ച് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ? ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാലൻസ് ഷീറ്റ് നോക്കിയേ, കമ്പനിക്ക് എത്രത്തോളം ആസ്തി ഉണ്ട്. നല്ല ആസ്തിയുള്ള കമ്പനിയാണെങ്കിൽ എന്തായിരിക്കും? ഷെയർ ഹോൾഡർ ഇങ്ങനെ വരും. ഇൻവെസ്റ്റ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റ് കിട്ടും എന്ന് വെച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ വരും. പക്ഷെ ലാബിലിറ്റി കൂടുതലാണെങ്കിലോ ഷെയർ ഹോൾഡേഴ്സ് വരുമോ? ഇല്ല. അപ്പൊ എന്ത് വേണം? നമ്മൾ നല്ലൊരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ത് ചെയ്യണടാ? തയ്യാറാക്കണം അല്ലെ? അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കമ്പനിക്ക് എന്നാ അസറ്റ് കൂട്ടിയിട്ടാ പോരെ, കൂട്ടിയിട്ടിട്ട് കുറെ ഷെയർ ഹോൾഡേഴ്സിനെ വരുത്തിച്ച് അപ്പോൾ ഇതിന് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് എന്ത് വേണടാ? എത്തിക്സും കൂടെ വേണം അല്ലെ? നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ലടാ? പറ്റിക്കാനൊന്നും പാടില്ല അല്ലെ? നമുക്ക് എന്തുണ്ടാവണം? എത്തിക്സ് ഉണ്ടാവണം ഒരു കമ്പനിയിൽ ഇരിക്കുമ്പോൾ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എന്ത് വേണം? ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് എന്ത് ചെയ്യണം? ആക്കണം, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതും എന്തുണ്ട്? ഈ ഒരു ഇന്റേണൽ കൺട്രോളിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ ഓപ്പറേഷൻസ് നമ്മൾ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. അതേപോലെ എന്താ? കംപ്ലൈൻറ്റ്സ്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടടാ അല്ലെ? അവിടെ എന്തെല്ലാം പോളിസി ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ അവിടുത്തെ റൂൾസ് എന്താണ്, റെഗുലേഷൻസ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? പാലിക്കണം അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്, കംപ്ലൈൻറ്റ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറേ നേരം കൊണ്ട് നോക്കുന്നുണ്ട് എന്തിനാണ് ഈ മൈ ബോസ് എന്ന് പറയുന്ന ഫിലിമിന്റെ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നിങ്ങളിപ്പം കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്? ചിന്തിക്കുന്നുണ്ട് അല്ലെ? കുറേ പേര് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈ ബോസിന്റെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് ചിന്തിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് നോക്കാം, ഇത് ഞാൻ പറഞ്ഞ ഈ ഒരു പിക്ചർ ഇവിടെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഈ റീസണബിൾ അഷുറൻസ് എന്നൊരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് റീസണബിൾ അഷുറൻസ് അല്ലെ? ഈ ഒരു ഫിലിം ഒന്ന് ഓർത്തേ. ഈ ഒരു ഫിലിമിൽ ഒരു ഫ്രോഡ് നടക്കുന്നുണ്ട്. അതായത് ഈ ഒരു ദിലീപിന്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു മെസ്സേജ് പോയിട്ടുണ്ട് അല്ലെ? ഈ ഒരു ദിലീപിന്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു മെയിൽ, ഓക്കെ, മെസ്സേജ് അല്ല, ഒരു മെയിൽ പോയിട്ടുണ്ട്. ആ മെയിൽ പോയത് കൊണ്ട് തന്നെ ഈ ഒരു ആക്ട്രസിന് എന്ത് ചെയ്യുന്നുണ്ട്? അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ഒരു മെയിൽ എന്ന് പറഞ്ഞത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിലായിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ആക്ട്രസിനെ എഫക്റ്റ് ചെയ്തത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ട് കമ്പനിക്ക് കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ലീക്ക് ആക്കാൻ പാടില്ല അല്ലെ? ലീക്ക് ആക്കാൻ പാടില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കാം, ഈ ഒരു
ആ ഒരു ഫിലിം കണ്ടവർക്ക് അറിയാം അല്ലെ. അതായത് ഇവർ വർക്ക് ചെയ്യുന്നിടത്ത് CCTV ഉണ്ട്, ID കാർഡ് ഉണ്ട് അല്ലെ. ID കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് കയറേണ്ടത്. ഈ സിസ്റ്റത്തിന് പാസ്വേഡ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാലും അവിടെ എന്ത് നടന്നിട്ടുണ്ട്? ഫ്രോഡ് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഇവന്റെ ഈ ഒരു ദിലീപിന്റെ സിസ്റ്റത്തിൽ നിന്ന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട് അല്ലെ. അപ്പം നിങ്ങൾ നോക്കാം, അവിടെ ക്യാമറ ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എന്നിട്ടും എന്ത് നടന്നിട്ടുണ്ട്? ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രോഡ് എന്ത് ചെയ്യും? നല്ല രീതിക്ക് വിചാരിച്ച ഫ്രോഡ് എന്ത് ചെയ്യും? നടക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? റിസ്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. ഓക്കെ, റിസ്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിമിനേറ്റ് ചെയ്യാതെ കളയാൻ പറ്റില്ല. ഓക്കെ, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഈ ഒരു ഇന്റേണൽ കൺട്രോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ ഇതിന്റെ അഡ്വാൻറ്റേജസിലേക്ക് പോവാം അല്ലെ. അതായത് ഈ ഒരു ഇന്റേണൽ കൺട്രോൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അല്ലെ, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അല്ലെ. അതിപ്പോ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ മീൻസ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ റിസ്ക് നമുക്ക് കുറെ കുറക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആൾക്കാർ ഫോളോ ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ മൈൻഡിലേക്ക് ഇപ്പം വരുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതേ കാര്യങ്ങൾ തന്നെ അഡ്വാൻറ്റേജസിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനിയിപ്പം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് നോക്കിയേ അല്ലെ, നമ്മുടെ എഫിഷ്യൻസി എന്ത് ചെയ്യടാ? ഇംപ്രൂവ് ചെയ്യും അല്ലെ. അതായത് ഇന്റേണൽ കൺട്രോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ എഫിഷ്യൻസി എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ അല്ലെ. അങ്ങനെ പറഞ്ഞ എന്താ? നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നമ്മൾ നമ്മുടെ ഒരു കമ്പനി, ഓക്കെ, നമ്മുടെ കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ പഞ്ചിങ് മെഷീൻ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, പഞ്ചിങ് മെഷീൻ, അതായത് എംപ്ലോയീസ് വരുന്ന സമയത്ത് പഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യടാ? കറക്റ്റ് 9 മണിക്ക് വന്നിട്ട് എന്ത് ചെയ്യും? പണി തുടങ്ങും. അതേപോലെ CCTV വെക്കുന്നുണ്ട്. അപ്പൊ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഇവരെന്ത് ചെയ്യും? വെറുതെ ഇരിക്കാതെ പണിയെടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്തായിരിക്കും? മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യടാ? ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ. വേറെ നമുക്ക് പറയാം, നമ്മുടെ മെഷീൻസ് എല്ലാം കംപ്ലൈന്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമല്ലേ അല്ലെ. അതായത് ഒരു മെഷീൻ ചിലപ്പോൾ എന്തെങ്കിലും തകരാറ് പറ്റിപ്പോണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് മെഷീൻസും കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ആ മെഷീൻ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ മെഷീൻ വേഗം ശരിയാക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മളെ പണി മുടങ്ങും അല്ലെ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മുടെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? സെറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, അതെന്താ? ഇന്റേണൽ കൺട്രോളിന്റെ ഭാഗമാണ്. അതായത് CCTV ഒക്കെ ഉണ്ട്, വെറുതെ ഇരിക്കാൻ പറ്റൂല. എല്ലാവരും 24 മണിക്കൂർ പണിയെടുക്കണം അല്ലെ. 24 മണിക്കൂർ എന്ന് വെച്ചാൽ ആ ഒരു 9 to 9 to 5 ആണെങ്കിൽ ആ ടൈം എന്ത് ചെയ്യണം? വെറുതെ ഇരിക്കാനൊന്നും പറ്റൂല. CCTV ഉണ്ട്, എല്ലാം കാണുന്നുണ്ട് അല്ലെ. അപ്പൊ പണിയെടുക്കേണ്ടി വരും. അപ്പൊ എന്തായിരിക്കും? മാക്സിമം നമ്മൾ എന്ത് ചെയ്യടാ? നല്ല രീതിക്ക് വർക്ക് ചെയ്യും. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ടൈമൊന്നും വേസ്റ്റ് ആക്കുന്നില്ല. അങ്ങനെ തന്നെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ എഫിഷ്യൻസി എന്ത് ചെയ്യടാ? കൂടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും? മാന്യവും മര്യാദക്കും വർക്ക് ചെയ്യാൻ തുടങ്ങും അല്ലെ. പിന്നെന്താ? റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? മിറ്റിഗേഷൻ, അല്ലെങ്കിൽ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? 100% എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങളെ MCQയിൽ ചോദിക്കും. MCQസിൽ എന്ത് ചെയ്യണം? നിങ്ങളോട് ചോദിക്കും അല്ലെ. അപ്പം അതിൽ തെറ്റായ ഓപ്ഷൻ ചോദിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ തെറ്റായ ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഓപ്ഷനിൽ കാണുന്നത് 100% ഗ്യാരണ്ടി തരുന്നുണ്ട്, ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ റിസ്ക് ഫുള്ളായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം തന്നെ മനസ്സിലാക്കണം അതെന്താ? തെറ്റാ. ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിലും റിസ്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനേ പറ്റുള്ളൂ, ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നിങ്ങളോട് എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പം അതെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം അല്ലേ. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് എന്താ? ആക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് എന്തായിരിക്കും? നമ്മളിപ്പം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ കേസ് അല്ലേ. അതായത് ആക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഓപ്പറേഷണൽ ഡാറ്റ. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒക്കെ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ അല്ലേ. അതുപോലെ തന്നെ നമ്മളെ ഓപ്പറേഷനിലുള്ള ഡാറ്റകൾ അല്ലേ, നമ്മൾ എന്താണോ ഓപ്പറേഷൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റകൾ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തായിരിക്കും? ആക്യുറസി ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതുമായിരിക്കും അല്ലേ. അതെന്താ? ഒരു ഇന്റേണൽ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് അല്ലേ. അതെ അല്ലേ. പിന്നെന്താ? എല്ലാവരും എന്ത് ചെയ്യടാ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും? ഫോളോ ചെയ്യും അല്ലേ. ഇതൊക്കെ എന്താ? ഇന്റേണൽ കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് ആണ് അല്ലേ. അതേപോലെ എന്ത് ചെയ്യാം? നമുക്ക് ഫ്രോഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രോഡ്
പ്രിവെന്റ് ചെയ്യാനും അല്ലെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രോഡൊക്കെ തടയാനെല്ലാം പറ്റും. ഞാൻ പറഞ്ഞിട്ടില്ലേ, CCTV വെച്ചുകൊണ്ട് അവർ അമ്പലത്തിൽ മോഷ്ടിക്കുന്ന ഒരാൾ മോഷ്ടിക്കാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചില കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണൽ കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് തടയാൻ പറ്റും അല്ലെ. ആ തടയാൻ പറ്റുമെന്ന് പറയുന്നതിലൂടെ 100% നമുക്ക് റെഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും അല്ലെ. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും അല്ലെ. ഡിറ്റക്ഷൻ, അതായത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും പറ്റും അല്ലെ. CCTV ഉണ്ട്, അവിടെ എന്തോ ഫ്രോഡ് നടന്നിട്ടുണ്ട്, സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, CCTVയിലൂടെ നോക്കുന്നില്ലേ. ഇപ്പൊ ആക്സിഡന്റ് ആവുന്നുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, CCTVയിലൂടെ കാണുന്നില്ലേ അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാനും പറ്റും, കണ്ടുപിടിക്കാനും പറ്റും അല്ലെ. അതായത് കമ്പനിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്യാമറ വെച്ചെന്നായിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എംപ്ലോയീസ് എന്തെല്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അസറ്റ്സ് സംരക്ഷിക്കുക അല്ലെ. അസറ്റ്സ് എങ്ങനെ സംരക്ഷിക്കുക, അസറ്റ് എന്തായിരിക്കും, നമ്മുടെ ക്യാഷ് അല്ലെ. ക്യാഷ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക അല്ലെ. അപ്പൊ ക്യാഷ് വെക്കുന്ന അവിടെ CCTV ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് നമ്മുടെ അസറ്റ് എന്താണ്, സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പം അവിടെ എന്താ സംരക്ഷിക്കുക വെച്ചാൽ എന്താ, ഈ ഒരു അസറ്റ് മോഷ്ടിച്ചുകൊണ്ട് പോവാതിരിക്കുക, അതുപോലെ കട്ടുകൊണ്ട് പോവാതിരിക്കുക എന്നൊക്കെ പറയില്ലേ അല്ലെ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം ആ ഒരു റിസ്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പനിയിൽ നല്ലൊരു ഇന്റേണൽ കൺട്രോൾ ഉണ്ട്, എല്ലാം പക്കയായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഒരു കുഴപ്പമില്ല, നല്ല ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൂടും, കോൺഫിഡൻസ് കൂടും അല്ലെ. അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ഈ എന്നാ നല്ല കമ്പനിയാണ് അല്ലെ, കിടിലൻ കമ്പനി, ഒരു കുഴപ്പമില്ല. റിപ്പോർട്ടിംഗ് ഒക്കെ കാണുന്ന സമയത്ത് നല്ല എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലാബിലിറ്റി ഒന്നും വലിയ രീതിക്ക് ലാബിലിറ്റി ഒന്നും ഇല്ല, കിടിലൻ കമ്പനി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ആൾക്കാർ മാറും അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, കോൺഫിഡൻസ് കൂടും. കാരണം എന്താ, ഇവിടെ ഫ്രോഡ് നടക്കുന്നില്ല അല്ലെ, ഫ്രോഡൊക്കെ നടക്കുന്നത് ഭയങ്കര കുറവാണ്, നല്ല രീതിക്ക് ഇവരെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. സോ എന്തായിരിക്കും, ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഡിവിഡൻഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. അതായത് നമ്മളിപ്പം ബാങ്ക് കൊണ്ടുപോയാൽ എന്ത് കിട്ടും, ബാങ്ക് കൊണ്ടുപോയി 10 ലക്ഷം രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, പലിശ കിട്ടും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. അത് നേരെ മറിച്ച് ഷെയർ ഹോൾഡേഴ്സിന് എന്തായിരിക്കും കിട്ടുക, അവരൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവരായി ഓണേഴ്സ് അല്ലെ. അപ്പം അവർക്ക് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ ആണ് എന്ത്, ഡിവിഡൻഡ്. ഓക്കെ, നിങ്ങൾ ബാങ്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പലിശ എന്ന് പറയുന്നു, ഇവിടെ എന്ത് പറയുന്നു, അത് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ മാറ്റം. ഓക്കെ, ഒരു പ്രോഫിറ്റിന്റെ ഒരു വീതാണ് എന്ത്, ഡിവിഡൻഡ്. അപ്പൊ ഇവർക്ക് എന്ത് കൂടുകടാ, ഇവരെ നല്ലൊരു കമ്പനി ആണെങ്കിൽ എന്ത് കൂടും, നല്ല രീതിക്ക് എല്ലാം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ ഓപ്പറേഷൻസും റിപ്പോർട്ടിങ്ങും അല്ലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കമ്പനിക്ക് എന്ത് കൂടും, ഗ്രോത്ത് ഉണ്ടാവും അല്ലെ, നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇവരാരും പറ്റിക്കണില്ല, ഇവരാരും ചതിക്കുന്നില്ല, ഇവരാരും വഞ്ചിക്കുന്നില്ല അല്ലെ. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. നല്ല രീതിക്ക് എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് മുന്നോട്ട് പോകും. ഇങ്ങനെ നല്ല രീതിക്ക് പോയാൽ അതിൻ്റെ കൂടെ എന്തും കൂടെ പോകും, പ്രോഫിറ്റും കൂടെ പോകും അല്ലെ. ഇങ്ങനെ പ്രോഫിറ്റും കൂടെ പോയാൽ ആർക്കാണ് നല്ലത്, അതിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്താ നല്ലതല്ലേ, നല്ലതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡർ. ഓക്കെ, ഈ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഓക്കെ, അതായത് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യം എന്താ, ഷെയർ ഹോൾഡർ കാര്യം അല്ലെ, ഷെയർ ഹോൾഡർ കാര്യം. അപ്പൊ ഈ ഷെയർ ഹോൾഡറിന്റെ മറ്റൊരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് എന്തും കൂടിയാണ്, ഒരു സ്റ്റേക്ക് ഹോൾഡർ കൂടിയാണ്. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, ഇനിയിപ്പം സ്റ്റേക്ക് ഹോൾഡർ എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അതായത് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരെയാണ് എന്ത് പറയുക, നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാം. ഓക്കെ, ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരെ നമ്മൾ എന്ത് പറയും, സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പം AAA എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ AAA എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു എംപ്ലോയി ആണ് ഞാൻ അല്ലെ. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരു എംപ്ലോയി ആണ് ഞാൻ. ഓക്കെ, എൻ്റെ ക്ലാസ് മോശമാണെങ്കിൽ AAAനെ എഫക്റ്റ് ചെയ്യില്ലേ, AAAനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം AAAനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായി, ഞാൻ സ്റ്റേക്ക് ഹോൾഡറായി. ഓക്കെ, ഞാൻ ആരായി, സ്റ്റേക്ക് ഹോൾഡറായി. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താ, നമ്മുടെ ബിസിനസ്സിന് അല്ലെ, ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ എന്ത് പറയും, സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം. ബാങ്ക്, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാങ്കിന് പ്രോപ്പറായിട്ട് പലിശ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ കടമെടുത്ത പൈസ പ്രോപ്പറായിട്ട് നമ്മൾ അടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ബാങ്ക് വന്ന് നമ്മുടെ
പ്രശ്നമാക്കൂലേ? അപ്പൊ നമ്മുടെ ബിസിനസ്സിനെ എഫക്ട് ചെയ്തില്ലേ? എഫക്ട് ചെയ്തു അല്ലെ? അപ്പം ബിസിനസ്സിനെ എഫക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന എല്ലാവരെയും നമ്മൾ എന്ത് പറയൂടാ? നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും. അതുപോലെ തന്നെ ബിസിനസ്സിന് എന്നും കൂടി ഉണ്ടാവണം, ഇവർക്കൊക്കെ ഇൻട്രസ്റ്റും ഉണ്ടാവും അല്ലെ? അതായത് ഈ ബിസിനസ്സുകാർ ലോൺ എടുത്താൽ അല്ലെ പലിശ കിട്ടും അല്ലെ? ബാങ്കിന് എന്ത് വേണം? ബാങ്കിന്റെ ഇൻകം എന്താ? ലോൺ കൊടുക്കാം അല്ലെ, പലിശ വാങ്ങാം, ഇതന്നെയല്ലേ അവരെ വരുമാനം അല്ലെ? അപ്പം നിങ്ങൾ നോക്കാം, അപ്പം ഈ എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ മാത്രമല്ല എന്തും കൂടെ ചെയ്യണം, ഇൻട്രസ്റ്റഡ് കൂടെ ആവണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കാം. ഒരു ബിസിനസ് ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ എന്ത് പറയും? സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും. ഓക്കെ, ബിസിനസ് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കല്ലെടുത്ത് എറിയുന്നുണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ, അങ്ങനെ എഫക്റ്റ് ചെയ്യിപ്പിക്കുന്നവരല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, അതായത് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യിപ്പിക്കുന്ന വെച്ചാൽ ഞാനൊരു എംപ്ലോയി ആണ്, ഞാൻ കാരണം ബിസിനസ്സിന് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഞാൻ അപ്പോൾ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ് അല്ലെ? ഇപ്പൊ സപ്ലയർ കേസ് ചിന്തിക്കുക. സപ്ലയർ പ്രോപ്പറായിട്ട് സാധനം കൊണ്ടുവന്ന് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എന്ന ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യോ? ഇല്ല, അവിടെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ സപ്ലയർ ആരായി? ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയി അല്ലെ? അതേപോലെ ഗവൺമെന്റിന് ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഗവൺമെന്റ് വന്ന് കുഴപ്പാക്കൂലേ അല്ലെ? അങ്ങനെയാണെങ്കിൽ അവരാരായി? ഗവൺമെന്റ് ആരായി? അവരും ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. അപ്പൊ ഒരു ബിസിനസ്സിൽ എഫക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരൊക്കെ എന്ത് പറയും? നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എന്ത് കൂടുകടാ? കോൺഫിഡൻസ് കൂടും. കാരണം എന്താ? സപ്ലയർ ഉണ്ട്, ബാങ്ക് ഉണ്ട്, കസ്റ്റമേഴ്സ് അല്ലെ? കസ്റ്റമേഴ്സ് പോലും എന്താ? സ്റ്റേക്ക് ഹോൾഡർ ആണ്. കസ്റ്റമർ ഇല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അവരൊക്കെ എന്താ? സ്റ്റേക്ക് ഹോൾഡർ ആണ് അല്ലെ? അപ്പൊ ഇവർക്കൊക്കെ എന്ത് കൂടും? കോൺഫിഡൻസ് കൂടും. കാരണം എന്താ? ഇവരെ ബിസിനസ്സിൽ എത്തിക്സ് ഫോളോ ചെയ്യുന്നവരാണ്, നല്ല രീതിയിൽ കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെന്താണ്? ഒരു ഉടായ്പും കാണിക്കുന്നില്ല. നല്ല പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ, കസ്റ്റമർ എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. അഫോർഡബിൾ റേറ്റ് ആണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെ? അപ്പം എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും എന്തായിരിക്കും? ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, നല്ല ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ. ഓക്കെ, ബിസിനസ് നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ? കറക്റ്റായിട്ട് പലിശ കൊടുക്കുന്നുണ്ട് ബാങ്കിന്, ടാക്സ് മര്യാദ കടക്കുന്നുണ്ട്, ടാക്സ് വെട്ടിപ്പ് നടത്തുന്നില്ല അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും കോൺഫിഡൻസ് എന്തെയും കൂടും. അതിൽ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ ആണ് ആര്? നമ്മുടെ ഷെയർ ഹോൾഡർ അല്ലെ? അപ്പം ഷെയർ ഹോൾഡേഴ്സിന് എന്തെയും കോൺഫിഡൻസ് കൂടും. കാരണം എന്താ? ഞാൻ നല്ല ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, എനിക്ക് നല്ല രീതിക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്രോഫിറ്റിന്റെ ഒരു വീതം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തെയും കൂടും. അതേപോലെ ഇനി വരാൻ ആഗ്രഹിക്കും അല്ലെ? കുറേ ആൾക്കാർ എന്തെയും ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും അല്ലെ? അപ്പൊ അതാണ് ലാസ്റ്റ് പറയുന്നത് എന്ത് കൂടുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ കോൺഫിഡൻസ് കൂടുമെന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമ്മൾ ഇന്റേണൽ കൺട്രോൾ എന്താന്ന് പറഞ്ഞു, അതിന്റെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞു അല്ലെ? ഇനിയിപ്പോ ഇന്റേണൽ കൺട്രോളിന്റെ അകത്ത് വരുന്ന കുറച്ച് കൺട്രോൾസിനെ കുറിച്ച് പഠിക്കാം അല്ലെ? അതായത് നമ്മുടെ ഇന്റേണൽ കൺട്രോളിന്റെ അകത്ത് വരുന്ന കുറച്ച് കൺട്രോൾസ് ഉണ്ട്, അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, അപ്പം അതിൽ ഫസ്റ്റ് ആണ് എന്ത്? പ്രിവെന്റീവ് കൺട്രോൾ. ഓക്കെ, അതായത് പ്രിവെന്റീവ് കൺട്രോൾ എന്ന് വെച്ചാൽ ഒരു എററോ ഫ്രോഡോ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ഓക്കെ, അതായത് എററോ ഫ്രോഡോ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? നമ്മൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ തടയുക. അതിനെയാണ് എന്ത് പറയുക? പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയാം. അതായത് പ്രിവെൻഷൻ, അതായത് തടയുക. ഓക്കെ, നമ്മൾ തടയുന്നത് എപ്പോഴായിരിക്കും? ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് അല്ലേ? അപ്പൊ പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എററോ ഫ്രോഡോ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. ഓക്കെ, അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പിക്ചർ നോക്കാം. ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കൊടയെടുത്ത് പോകുന്നുണ്ട്. അതെന്തിനായിരിക്കും? ഈ കൊട എന്ന് പറയുന്നത് ഒരു പ്രിവെൻഷൻ ആണ്. എന്തിന്റെ പ്രിവെൻഷനാ? മഴ നനഞ്ഞാൽ പനി പിടിക്കും അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയാം അല്ലെ? അതായത് പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ലക്കി ഭാസ്കർ എന്ന ഫിലിമില് ഒന്നിന്റെ കുറവുണ്ട്. ഓക്കെ, എന്നോ ഒന്നിന്റെ കുറവുണ്ട് എന്ന് പുഷ്പ 2 പറയുന്നില്ലേ, പുഷ്പ 1 അതേപോലെ ഒരു കുറവുണ്ട്. അതായത് അവിടെ അവൻക്ക് ഫ്രോഡ് കാണിക്കാൻ പറ്റുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ക്യാഷ് വാങ്ങുന്നതും അവനാണ്, അത് റെക്കോർഡ് ചെയ്യുന്നതും അവനാണ് അല്ലെ? അതായത് ബുക്സിൽ എഴുതി വെക്കുന്നത് അവനാണ്, ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നതും അവനാണ്. ഈ 3 കാര്യങ്ങളും ഇവൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് ആണ് ഇവിടെ എന്ത് നടക്കുന്നത്? ഫ്രോഡ് നടക്കുന്നത് അല്ലെ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ ക്യാഷ് വാങ്ങിയത് ഓനാണ്, പക്ഷെ ഇത് എഴുതി വെക്കുന്നത് വേറൊരാളാണ്, ഇത് കൊണ്ടുപോയി ലോക്കറിൽ വെക്കുന്നത് വേറൊരാളാണ്. ഇങ്ങനെ 3 ആൾ വരുമ്പോൾ അവിടെ എന്ത് കുറയും? ഈ ഒരു ക്യാഷർ ആയിട്ടുള്ള ആ ഒരു ഭാസ്കർ, അല്ലെങ്കിൽ ആ ഒരു ഡിക്യുവിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു ഭാസ്കർ ഇല്ലേ അല്ലെ? അപ്പൊ ഇയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ത് ചെയ്യും? കുറയും. ഉടായ്പ എന്തെങ്കിലും കുറയും. കാരണം എന്താ? ഇവിടെ ക്യാഷ് വാങ്ങുന്നത് ഇയാളുള്ളൂ, റെക്കോർഡ് ചെയ്യാൻ വേറെ ആളുണ്ട്, എടുത്തുകൊണ്ട് വെക്കാൻ വേറെ ആളുണ്ട്. ഇയാൾ എങ്ങനെ ഫ്രോഡ് കാണിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അല്ലെ? ഇയാൾക്ക് എങ്ങനെ ഫ്രോഡ് കാണിക്കാൻ പറ്റുള്ളൂ? ഈ 3 ആളും ഒന്നിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ?
ഫ്രോഡ് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ക്യാഷർക്ക് ഇവിടെ ഫ്രോഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്തിന്റെയോ കുറവുണ്ട് അല്ലെ, അതായത് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്നാണ് നമ്മൾ പറയാം അല്ലെ. അതായത് ഡ്യൂട്ടീസ് എന്ത് ചെയ്യുക, സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ക്യാഷ് വാങ്ങുന്നത് ഒരാളും, റെക്കോർഡ് ചെയ്യുന്നത് വേറൊരാളും, ലോക്കർ കൊണ്ടുപോയി വെക്കുന്നത് മൂന്നാമത്തെ വേറൊരാളും അല്ലെ. അപ്പൊ ഇങ്ങനെ മൂന്നാൾക്ക് നമ്മൾ ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ടേം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായി, ഫ്രോഡ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രോഡ് നടക്കോ ഇല്ല. ആ ഫിലിമിന് ചിന്തിച്ചു നോക്കിയേ, ഇതുപോലെ ആണെങ്കിൽ അവിടെ ഫ്രോഡ് നടക്കോടാ, ഇല്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയാ, പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയാം. ഇവിടെ എന്താ മഴ വരുന്നതിന് മുമ്പ് കൊടയെടുക്കുന്നു. മഴ കാരണം ഫീവർ പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഫീവർ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി കൊടയെടുക്കുന്നു അല്ലെ. അതാണ് എന്ത്, പ്രിവെന്റീവ് കൺട്രോൾ. ഓക്കെ. ഇനിയിപ്പം നെക്സ്റ്റ് നോക്കാം, ഡിറ്റക്റ്റീവ് കൺട്രോൾ. ഓക്കെ, ഡിറ്റക്ട് ചെയ്യുക. എടാ ഒരു മഴ നനഞ്ഞു, ഓക്കെ, നിങ്ങൾ കൊടയൊക്കെ എടുത്ത് പോയി, ഓക്കെ, നിങ്ങൾ കൊടയൊക്കെ എടുത്തിട്ടാണ് പോയത് എങ്കിൽ നിങ്ങൾ നൈറ്റ് വീട്ടിൽ വന്ന സമയത്ത് കിടക്കുമ്പോൾ ഭയങ്കര തണുപ്പും ഭയങ്കര ക്ഷീണവും. പിറ്റേ ദിവസം രാവിലെ ആരെടുത്ത് പോകുന്നത്, ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പനിയാണോ എന്താണോ എന്ത് കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ക്ഷീണം, ഭയങ്കര ടയർഡ്, ഇതെന്ത് ഇങ്ങനെ ആയെന്ന് വെച്ചിട്ട് നിങ്ങൾ രാവിലെ പോകുന്നു ഡോക്ടറെ അടുത്ത്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഒരു കാര്യം എന്തോ ഇവിടെ നടക്കുന്നുണ്ടല്ലേ, ഇവനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, പനി പോലത്തെ ഒരു സംഭവം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യുക അല്ലെ, കണ്ടുപിടിക്കാൻ നോക്കുന്നതിനാണ് എന്താ പറയാ, ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നോക്കാം, ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ, പീരിയോഡിക് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ട്സ് അല്ലെ. അതായത് സിമ്പിളായിട്ട് ഓർക്കുക, അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ നാട്ടും പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, നാട്ടും പുറത്തെന്ന് വെച്ചാൽ നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു മാർച്ച് മാസത്തിലാവുന്ന സമയത്ത് അവിടെ ചില കടകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പകുതി എന്താണെന്ന് വെച്ചാൽ നൈറ്റ് അല്ല 2-3 ദിവസം, ഓക്കെ, രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവും. അതായത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളിപ്പം ഒരു എന്താ പറയുക, നിങ്ങളിപ്പം ഒരു ഷോപ്പായിട്ട് ചിന്തിക്കാം. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു ഷോപ്പ് ചിന്തിക്കാം. അതായത് നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പായിട്ട് ചിന്തിക്കാം. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇത് 2 ദിവസം, അതായത് മാർച്ച് എൻഡ് ആവുന്നതിന് മുമ്പ് ഒരു 2 ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പകുതി ഷട്ടർ ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, അതെന്താന്ന് വെച്ചാൽ ഓഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. CA വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഓഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓഡിറ്റ് ചെയ്യും. അതായത് ഫിസിക്കലി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻവെന്ററീസിന്റെ എണ്ണം നോക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കമ്പനി, ഓക്കെ, ഞാനിപ്പം എൻ്റെ ഇലക്ട്രോണിക്സ് കടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ കടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഒരു ഓഡിറ്റർ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഞാനൊരു ബുക്ക് കൊടുക്കും. ഓക്കെ, സിമ്പിളായിട്ട് ചിന്തിക്കാം. ഈ ബുക്കിൽ 5000 യൂണിറ്റ്സ് എന്തുണ്ട്, നമ്മളടുത്ത് ടോട്ടൽ 5000 യൂണിറ്റ്സ് ആണ് എന്തുള്ളത്, ഇൻവെന്ററി ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ വെച്ചിട്ടുള്ള സാധനം ഉള്ളത്. ഓക്കെ, ഏതില്, ബുക്കിൽ. പക്ഷെ എന്താ, അയാൾ എണ്ണിയ സമയത്ത് 6000 കിട്ടിയിട്ടുണ്ട്. അയാൾ എണ്ണി നോക്കും, ഫിസിക്കലി എണ്ണി നോക്കും, 5000 തന്നെയാണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടോ എന്ന് എന്ത് ചെയ്യും, ഫിസിക്കലി വന്നിട്ട് എണ്ണി നോക്കും അല്ലെ. അപ്പം എണ്ണി നോക്കുന്ന സമയത്ത് എന്ത് കണ്ടു, ഓ മൈ ഗോഡ്, 5000 ഉള്ളൂ എവിടെ, ബുക്സിൽ. പക്ഷെ അല്ലെങ്കിൽ നിങ്ങളെ റെക്കോർഡ്സിൽ 5000 ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്ക്, നമ്മുടെ ശരിക്കും അവിടെ വെയർ ഹൗസിൽ അല്ലെങ്കിൽ അവരുടെ ഷോപ്പിൽ എത്രയുണ്ട്, ഷോപ്പിൽ 6000 ഉണ്ട് അല്ലെ. അവർ കാണിച്ചത് കുറവും അല്ലെ, അവരുടെ ബുക്കിൽ കുറവും, പക്ഷെ അവരുടെ അടുത്ത് ശരിക്കും 6000 ഉണ്ട്. ഇതെന്താ, ഉടായിപ്പാണ്, ഇത് ഫ്രോഡ് അല്ലേ. അതായത് അതിന്റെ അർത്ഥം എന്താ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഈ 5000 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ ഒരു 10 മില്യൺ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ എന്ത് കിട്ടുന്നുണ്ട് നമുക്ക്, 10 ലക്ഷം രൂപ എന്ത് കിട്ടുന്നുണ്ട് നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ എന്താ, 1 ലക്ഷം രൂപയാണ് എന്ത്, ഈ 5000 യൂണിറ്റ്സ് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇവിടെ 1000 യൂണിറ്റ്സിന്റെ പ്രോഫിറ്റ് ഇവർ കാണിക്കൂല അല്ല, 1000 യൂണിറ്റ്സ് വിൽക്കുന്ന ഇവർ കാണിക്കൂല. അങ്ങനെ ഒരു സമയത്ത് ഇവർ ആ 1000 യൂണിറ്റ്സിന്റെ മുകളിൽ കിട്ടുന്ന ആ ഒരു ലാഭത്തിന്റെ ടാക്സ് എന്ത് ചെയ്യില്ല, ഇവർ കൊടുക്കൂല അല്ലെ. നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊരു സാധനം വിറ്റു, ആ വിറ്റിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ഇൻകം കിട്ടും. ഈ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഗവൺമെന്റിന്റെ ടാക്സ് കൊടുക്കണം അല്ലെ.
അപ്പൊ നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഈ 5000 പകരം മീൻസ് 6000 പകരം ഇവർ 5000 കാണിച്ചിട്ടുള്ളൂ, ബാക്കി 1000 യൂണിറ്റ്സ് വിറ്റാൽ അതിന്റെ ലാഭത്തിൽ നിന്ന് ഇവർ എന്ത് കൊടുക്കില്ല, ടാക്സ് കൊടുക്കില്ല. കാരണം എന്താ, ഇങ്ങനൊരു യൂണിറ്റ്സ് ഉണ്ടെന്നുള്ള ഒരു തെളിവും ഇല്ല അല്ലെ. അപ്പൊ കമ്പനി ചെയ്യുന്ന ഉടായ്പല്ലേ അത് അല്ലെ. അപ്പൊ ഇതൊക്കെ നോക്കാനാണ് ആര് വരുന്നത്, എക്സ്റ്റേണൽ ഓഡിറ്റർ വരുന്നത്. ഓക്കെ, ഇവിടെ ഡോക്ടർ പനി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ എന്തെങ്കിലും ഫ്രോഡ് നടന്നിനോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുക, പോയിട്ട് ചെക്ക് ചെയ്യുക അല്ലെ. അതാണ് എന്ത് ഈ ഡിറ്റക്റ്റീവ് കൺട്രോൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, പീരിയോഡിക് ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബുക്കിലുള്ള പോലെ തന്നെയാണോ നമ്മളെ ഇൻവെന്ററി ഉള്ളത്, നമ്മുടെ അടുത്ത് സാധനം ഉള്ളത് അല്ലെ. ഇപ്പൊ എൻ്റെ അടുത്ത് ഞാൻ ലഡു എന്ന് പറഞ്ഞിട്ട് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ റെക്കോർഡ്സിൽ 5000 കാണിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇതേപോലെ തന്നെ ബുക്സിലുള്ള പോലെ തന്നെയാണ് അവിടെ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എണ്ണി നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന എന്താ, എന്തെങ്കിലും ഉടായ്പ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാ അല്ലെ. അതാണ് എന്ത് ഡിറ്റക്റ്റീവ് കൺട്രോൾ അല്ലെ. പനി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പനിയാണോ ഒരു ഡൗട്ട്, എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് അത് കൺഫേം ആക്കുന്നില്ലേ അല്ലെ, ഡോക്ടറെ അടുത്ത് പോയിട്ട് ചെക്ക് ചെയ്യുന്നില്ലേ, ഇതാണ് എന്ത് പറയാ, ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പം കറക്റ്റീവ് കൺട്രോൾ അല്ലെ. കറക്റ്റീവ് കൺട്രോൾ എന്താടാ, പനിയാണ് ഗൈസ്, പനിയാണ്, എനിക്ക് ഭയങ്കര പനിയാണ്, ഇനി എന്ത് ചെയ്യണം, മരുന്ന് എടുക്കണം അല്ലെ. അതായത് മരുന്ന് വാങ്ങി കഴിച്ചിട്ട് ഇനി ശരിയാക്കാം അല്ലെ. അതായത് എന്തോന്ന് നടന്നിട്ടുണ്ട്, ഇനിയൊന്നുമില്ല, ഇനി എന്ത് ചെയ്യുക, അതങ്ങ് കറക്റ്റ് ചെയ്യുക. അതിനാണ് എന്ത് പറയാ, കറക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം അല്ലെ. സിസ്റ്റം ക്രാഷ് ആയി എന്ന് വിചാരിക്കുക, അതായത് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റം ഇടയ്ക്കിടയ്ക്ക് ക്രാഷ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റം ക്രാഷ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയൊരു സിസ്റ്റത്തിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെ. അതായത് ഒരു സംഭവം നടന്നു, ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി അത് കറക്റ്റ് ചെയ്യേ എന്നൊരു വഴിയേ ഉള്ളൂ അല്ലെ. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് ക്രാഷ് ആയിട്ടുള്ള സിസ്റ്റം എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അതായത് നമ്മുടെ ലാപ്ടോപ്പ് എന്ത് ചെയ്ത് ക്രാഷ് ആയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യാനില്ല, പുതിയൊരു സിസ്റ്റത്തിൽ അങ്ങോട്ട് പണി തുടങ്ങാം അല്ലെ. അതേപോലെ എന്ത് ചെയ്യുക, കറക്റ്റീവ് കൺട്രോൾ എന്താ വെച്ചാൽ എന്താ, അത് സംഭവിച്ചു, ഇനി എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക അല്ലെ. അതായത് പനിയാണ്, ഇനി മരുന്നൊക്കെ കുത്തി മെഡിസിനൊക്കെ കഴിച്ച് എന്ത് ചെയ്യുക, അതങ്ങോട്ട് ശരിയാക്കുക. അതിനാണ് എന്ത് പറയാ, കറക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം. അതായത് കറക്റ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റീവ് കൺട്രോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇനി നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റീവ് കൺട്രോളിലേക്ക് പോവാം. ഓക്കെ, ഡയറക്റ്റീവ് കൺട്രോളിലേക്ക് പോവാം അല്ലെ. അതായത് നമ്മൾ ഡയറക്റ്റീവ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ചെയ്യുക എന്നൊരു മീനിങ് ആണ് എന്ത് ഡയറക്റ്റീവ് കൺട്രോളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, കമ്പനീനെ സംബന്ധിച്ച് വരുമ്പം അവിടെ എന്തായിരിക്കും, അവിടുത്തെ പോളിസി അല്ലെങ്കിൽ അവിടുത്തെ പ്രൊസീജിയേഴ്സ് അല്ലെ, ഇതൊക്കെയാണ് എന്ത് വരുന്നത്, ഡയറക്റ്റീവ് കൺട്രോളിൽ വരുന്നത് അല്ലെ. അതായത് ഡയറക്റ്റീവ് കൺട്രോളിൽ വരുന്നത്. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എന്ത് ട്രാഫിക് സിഗ്നൽസ് അല്ലെ. അതായത് അവിടെ എന്താണ്, റെഡ് കത്തിയാൽ നിൽക്കണം അല്ലെ. അതെന്താ, നമ്മൾ ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. എന്ത്, നമ്മുടെ സേഫ്റ്റി അല്ലെ. അതായത് ആക്സിഡന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് എന്ത് പറയാ, ഡയറക്റ്റീവ് കൺട്രോൾ എന്ന് പറയും അല്ലെ. ഡയറക്റ്റ് ചെയ്യുക, നമ്മളെ ഡയറക്റ്റ് ചെയ്യുക, ഒരു ആക്സിഡന്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽ ഉണ്ടല്ലേ, സിഗ്നൽ എന്ത് ചെയ്യും, റെഡ് കത്തി അവിടെ നിന്നോളാം അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ആക്സിഡന്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതെന്താ, നമ്മളെ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്നൽ കണ്ട അവിടെ നിൽക്കണം അല്ലെ. ഇതെന്താ ഒരു ഒരു പ്രൊസീജിയർ പോലെ, അല്ലെങ്കിൽ എന്താ, സിഗ്നൽ കണ്ട അവിടെ നിൽക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ഡയറക്റ്റീവ് കൺട്രോൾ എന്ന് പറയാം. അതായത് നമ്മൾ ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതൊന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കാം, കമ്പനിയിലേക്ക് വരാം, കമ്പനിയിലേക്ക് നോക്കാം. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, അവിടെ പോളിസീസ് ഉണ്ടാവും അല്ലെ. അതായത് ഡ്രസ് കോഡ് അല്ലെ, അവരെങ്ങനെയാണ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടത് അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അവരെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ. സിംപിളി പറഞ്ഞാൽ നിങ്ങൾ ഇത്തിരി ചിന്തിക്കുക, അതായത് ഒരു പോളിസിയും പ്രൊസീജിയറൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതായത് അവിടെ ഡ്രസ് കോഡ് ഉണ്ട്, ഈ ഡ്രസ് കോഡ് തന്നെ എന്ത് ചെയ്യണം, കമ്പനിയിൽ വരുന്ന എല്ലാ സ്റ്റാഫുകളും എന്ത് ചെയ്യണം, അത് മാത്രമേ വെയർ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എന്താ, അവരൊക്കെ എത്തിക്സ് ഫോളോ ചെയ്യണം അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, ഈ പോളിസി ആൻഡ് പ്രൊസീജിയറിൽ വരുന്നത് അല്ലെ. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നിങ്ങളൊരു എക്സാമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ, ഇപ്പം ഓക്കെ, എനിക്കിപ്പം ട്രിപ്പിൾ ഐ എന്ത് ചെയ്യുന്നുണ്ട്, ടിക്കറ്റ് എടുത്ത് തരുന്നുണ്ട്. ഓക്കെ, ഇൻ കേസ് ഞാനാണ് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുള്ളതെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ടിക്കറ്റ് കാണിക്കണം. അതായത് അക്കൗണ്ട്സ് പോയിട്ട് ടിക്കറ്റ് കാണിച്ചിട്ട് ഇങ്ങനൊരു ടിക്കറ്റ് എന്താണ് റെലവൻസ് ഉണ്ട് അല്ലെങ്കിൽ വാലിഡ് ആണോ എന്ന് നോക്കിയിട്ട് എന്തേ ഉള്ളൂ, അവരെനിക്ക് ക്യാഷ് തരുള്ളൂ. ഓക്കെ, അതായത് റീബേഴ്സ്മെന്റ് തരുള്ളൂ. അതിന്റെ അർത്ഥം എന്താ, അതാണ് അവരെ പ്രൊസീജിയർ അല്ലെ. അതായത് ഒരാൾ ടിക്കറ്റ് എടുത്തിട്ട് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ടിക്കറ്റ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു എവിഡൻസ് കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാൾക്ക് ഫണ്ട് റീബേഴ്സ്മെന്റ് കൊടുക്കുള്ളൂ. അത് ഇവിടുത്തെ എന്താണ് പ്രൊസീജിയർ ആണ്. ചില കടയിൽ എന്താണ്, നിങ്ങൾ നോക്കിയാൽ മതി, നാട്ടും പുറത്തെ കടകളിൽ എന്താണ്, അവരെ പോളിസി ഉണ്ട്. അതായത് നിങ്ങളൊരു ഡ്രസ്സ് കടയിൽ പോയിട്ട് നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങി, ഇത് റിട്ടേൺ ചെയ്യാൻ ചില കടകൾ എന്ത് ചെയ്യും, റിട്ടേൺ പോളിസി കൊടുക്കും അല്ലെ. ചില കടകൾ എന്ത് ചെയ്യില്ല, റിട്ടേൺ പോളിസി കൊടുക്കൂല
അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, അത് അതിനെ ഡയറക്റ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ ഡയറക്റ്റ് ചെയ്യാനായിരിക്കും ഉണ്ടാവുക അല്ലെ. എംപ്ലോയീസ് എന്ത് ചെയ്യുക, കറക്റ്റ് 9 മണിക്ക് വരാം, 5 മണിക്ക് പോവാം അല്ലെ. അതുപോലെ എല്ലാവരും ഡ്രസ് കോഡ് ഇടണം. ഇതൊക്കെ എന്താ ആ ഒരു ഡയറക്റ്റ്, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതാണ് എന്ത് ഡയറക്റ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി ഒരു സിഗ്നൽ എന്തിച്ചാൽ മതി, ഒരു സിഗ്നൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റെഡ് കാണിക്കുന്നുണ്ട്. അതെന്താ, നമ്മളെ ഡ്രൈവിംഗ് എന്നൊരു സംഭവത്തിന് ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ആ സിഗ്നൽ ഉണ്ട് അവിടെ നിൽക്കണം, ഓക്കെ, സിഗ്നൽ ഉണ്ട് അവിടെ നിൽക്കണം അല്ലെ, ഗ്രീൻ കണ്ടാൽ പോകണം, ഓക്കെ. അതായത് അങ്ങനെയൊക്കെ വരുന്നത് നമ്മളെ ഡയറക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേപോലെ കമ്പനീനെ ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ഡയറക്റ്റീവ് കൺട്രോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ട സമയത്ത് സെക്ഷൻ ഇ ഇന്റേണൽ കൺട്രോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആണോ? അല്ല അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ എന്ന ഈ ഒരു സെക്ഷൻ ഇത്രയേ ഉള്ളൂ അല്ലെ. നിങ്ങൾക്കിപ്പം ഏകദേശം ഒരു ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, എന്താണ് സെക്ഷൻ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇതിൽ കുറേ ഭാഗങ്ങളുണ്ട് അല്ലെ, ഇനിയും കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അല്ലാതെ ഈ ഒരു ചെറിയൊരു ടോപ്പിക്ക് മാത്രമല്ല, പക്ഷേ ഞാൻ എന്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഐഡിയ വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതിയാ, ഓക്കെ, കമ്പനിയിൽ കൺട്രോൾ കൊണ്ടുവരാം, ഇതാണ് എന്ത് ഇന്റേണൽ കൺട്രോൾ അല്ലെ. അപ്പം ബാക്കി 11 സെക്ഷൻസ് അല്ലേ, ഇപ്പം ഞാൻ ഒരു സെക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അതുപോലെ തന്നെ ഇനി 11 സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്കിയുണ്ടല്ലേ. അപ്പോൾ ഈ 11 സെക്ഷൻസിൻ്റെയും ഡെമോ ക്ലാസ് ഇതുപോലെ നിങ്ങൾക്ക് അറിയണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കമ്മ്യൂണിറ്റി ചാനലിൻ്റെ ലിങ്കാണ്. അതിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ടുള്ള ബാക്കി സെക്ഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.